എന്റെ കെട്ടിയും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഏത് പണിയെടുക്കുമ്പോഴും കൂടി ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പണി കുറച്ചും കൂടി എളുപ്പമാവുന്നു. എന്നാ പിന്നെ പണി എളുപ്പമായിക്കോട്ടെ എന്ന് ഓർത്ത് ഇന്നത്തെ ചിക്കൻ കറിയുടെ ഉള്ളി സവാള അരിയല് മൂപ്പര് പണിയെടുക്കുന്നിടത്ത് വന്നായിട്ടോ. തന്റെ വീട്ടിൽ തന്നെയാണെങ്കിൽ ഞങ്ങളുടെ മിക്കവാറും ഉള്ള പണി എന്ന് പറയുന്നത് ഒതുക്കലും പെറുക്കലും തന്നെയായിരിക്കും കേട്ടോ. ഈ ഒരു റൂമാണ് ഉമ്മിച്ചും വാപ്പിച്ചും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹയാസിന്റെ ഹംനാന്റെ ഡ്രസ്സുകളൊക്കെ കബോർഡിലും ഈ ഒരു അലമാരയിലൊക്കെ ആക്കി മാറ്റിയിട്ട് ഹയാസിന് ഇവിടെ സ്റ്റഡി റൂം ആക്കാനാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ റൂമിന്റെ കട്ടിലുണ്ടല്ലോ ചെതല് കയറിയിട്ട് അത്യാവശ്യം നാശമായിട്ടിരിക്കുകയാണ്. ഡോറൊന്നും അടയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിനൊരു പരിഹാരം കണ്ടിട്ടാവാം ബാക്കിയെന്നും പറഞ്ഞ് ഇക്കാകതെ അതീനാട്ടോ തുടങ്ങുന്നത്. ഡോറ് മാറ്റി കട്ടില സൈഡ് നോക്കി വന്നപ്പോഴാണ് മനസ്സിലായത് പണി പാളി എന്നുള്ളത്. കാരണം അതിന്റെ മുകളിലുള്ള പെയിന്റിന്റെ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തത്തിൽ കട്ടില പോയിട്ടിരിക്കുകയാണ്. അറൌണ്ട് ഒരു 10-15 കൊല്ലമായിട്ടുണ്ട് ഈ ഒരു കട്ടിലിനെ ഇവിടെ സ്ഥാപിച്ചിട്ട്. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇക്കാക്ക ഇവിടെ കട്ടില നന്നാക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു ഡീപ് ക്ലീനിങ്ങിലാണ് കേട്ടോ. ഫാനൊക്കെ തുടച്ച് മൊത്തത്തിലൊന്ന് ക്ലീനിങ് ആയിരുന്നു. കട്ടിലയുടെ ഒരു സൈഡ് മാത്രമാണ് കംപ്ലൈന്റ് ആയെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും ഇതായിരുന്നു കേട്ടോ ഇതിന്റെ അവസ്ഥ. ഇനിയിപ്പോ അധികം ഇതിനിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര സേഫ് അല്ല. മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ നമുക്ക്. അപ്പൊ ഇക്കാക്ക മൊത്തത്തിൽ കട്ട്ലൈൻ അങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. കട്ട്ല പൊളിക്കുന്നതിനേക്കാൾ സ്പീഡിലായിരുന്നു കേട്ടോ അതിന് പുറത്തേക്ക് ഇക്കാക്ക കൊണ്ടുപോയി കളയുന്നത്. ഇനിയിപ്പോ എന്തായാലും റീപ്ലേസ് ചെയ്യണം ഇൻഷാല്ലാ. ഞാൻ അപ്പോഴേക്കും പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇനി എടുത്ത് സോർട്ട് ഔട്ട് ചെയ്യാന്ന് ഓർത്തു. ആദ്യം തന്നെ ഹയാസിന്റെ ആണ് കേട്ടോ എടുത്തത്. ഒരു 2-3 മാസമൊക്കെ ആയിട്ടുണ്ട് പിള്ളേരുടെ ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ സോർട്ട് ചെയ്തിട്ട്. അപ്പൊ പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളെല്ലാം ഈ ഒരു വുഡന്റെ അലമാരിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. വുഡൻ അലമാര ഉമ്മിച്ചിയുടെ ആണ് കേട്ടോ. പിന്നെ കബോർഡിലാണ് ഹോം വെയേഴ്സ് ഒക്കെ വെച്ചേക്കുന്നത്. ഇനിയിപ്പോ ഹംനായുടെ ഡ്രസ്സാണ് കേട്ടോ സോർട്ട് ഔട്ട് ചെയ്യാൻ എടുത്തേക്കുന്നത്. ഹംനായുടെ ഡ്രസ്സ് എടുത്ത സമയത്താണ് ഹംനാക്ക് ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങിച്ച ക്യാപ്പും മിറ്റനും ബൂട്ടീസ് ഒക്കെ എന്റെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ. ഇതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇരുന്നിട്ടും അതിനാ ഒരു ബേബി സ്മെൽ ഉണ്ടല്ലോ അതിപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഞാൻ അതിങ്ങനെ സ്മെൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ വീണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച്. പിള്ളേരെ കീറിയതല്ലാത്ത ഡ്രസ്സുകൾ, തീരെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഡ്രസ്സുകൾ മാത്രം മാറ്റിയിട്ട് ബാക്കി നല്ലതെല്ലാം ഞാൻ എടുത്ത് ഇവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കവറിലിട്ട്. അതിവിടെ എല്ലാ 6 മാസത്തിൽ ഒരിക്കൽ ഡ്രസ് കളക്ഷന് വേണ്ടി ആളുകൾ വരാറുണ്ട് കേട്ടോ. അവർക്ക് കൊടുക്കലാണ് പതിവ്. ഇനിയിപ്പോ ഇതും കൂടി എടുത്ത് സോർട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.